ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. സുഖല്ല എല്ലാവർക്കും? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഈ കഥ ആരംഭിക്കുന്നത് അഫ്ഗാനിസ്ഥാനിലാണ്. കുറെ പട്ടാള വണ്ടികൾ ഒരു സ്ഥലത്തേക്ക് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്തിരിക്കുന്നതാണ് ഈ സിനിമയിലെ നായകൻ. ഇയാളുടെ പേര് ടോണി സ്റ്റാർക്ക് എന്നാണ്. അമേരിക്കയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആയുധ കച്ചവടക്കാരനാണ് ഇയാൾ. സ്റ്റാർക്ക് ഇൻഡസ്ട്രീസ് എന്നാണ് ഇയാളുടെ കമ്പനിയുടെ പേര്. ആയുധ കച്ചവടത്തിൽ മാത്രമല്ല അയാളുടെ ഇൻട്രസ്റ്റ്. പെമ്പിള്ളേരെ വളയ്ക്കുന്ന കാര്യത്തിൽ ഇയാൾക്ക് നല്ല കഴിവാണ്. ഇതങ്ങനെ വളരെ രഹസ്യമായിട്ടുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. കഴിഞ്ഞ മാസം മോഡലുകളായിട്ടുള്ള 12 പേരുമായിട്ടാണ് ഇയാൾ ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ കാര്യങ്ങളൊക്കെ നാട്ടിൽ പാട്ടാണ്. ആ വണ്ടിക്കകത്തിരിക്കുന്ന പട്ടാളക്കാരൊക്കെ ഇയാളുടെ അടുത്ത് ആ കാര്യം ചോദിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് പെട്ടെന്നൊരു ബോംബ് വന്നിട്ട് അവരുടെ വണ്ടിക്ക് മുന്നിലായിട്ട് വീഴുന്നത്. അതിനെ തുടർന്ന് കുറെ ആളുകൾ അങ്ങോട്ട് വന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നത് എന്ന് ടോണിക്ക് മനസ്സിലാവുന്നില്ല. ഇനി ആ വണ്ടിക്കകത്തിരുന്ന് കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ടോണി വേഗം വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ്. ഈ സമയത്താണ് വലിയൊരു മിസൈൽ അയാളുടെ മുന്നിൽ വന്ന് വീഴുന്നത്. അയാൾ നോക്കുമ്പോൾ അത് അയാളുടെ കമ്പനിയിൽ നിർമ്മിച്ച മിസൈൽ തന്നെയാണ്. പെട്ടെന്നാണ് അത് പൊട്ടിത്തെറിക്കുന്നത്. ആ ഒരു അപകടത്തിൽ ടോണിക്ക് നല്ല രീതിയിൽ ഇഞ്ചുറി പറ്റിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അയാളുടെ ബോധം പോവുകയും ചെയ്യുന്നു. ബോധം വരുമ്പോൾ അയാളിപ്പോ വേറെ ഏതോ ഒരു സ്ഥലത്താണ് ഇരിക്കുന്നത്. അയാളുടെ മുന്നിലായിട്ട് കുറെ തീവ്രവാദികൾ നിൽക്കുന്നുണ്ട്. എന്താണ് സംഭവിച്ചത് എന്ന കാര്യം അയാൾക്ക് മനസ്സിലാവുന്നില്ല. ഇനി കാണിക്കുന്നത് 36 മണിക്കൂറുകൾക്ക് മുന്നേ നടന്ന കാര്യങ്ങളാണ്. ടോണിക്ക് ഒരു അവാർഡ് കൊടുക്കുന്ന ഫംഗ്ഷനാണ് നടക്കുന്നത്. അവാർഡ് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ആരാണ് ടോണി സ്റ്റാർക്ക് എന്നതിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ കാണിക്കുന്നുണ്ട്. ഫേമസ് ആയുധ കച്ചവടക്കാരനായ ഹോവാർഡ് സ്റ്റാർക്കിന്റെ മകനാണ് ഈ ടോണി സ്റ്റാർക്ക്. വളരെ ചെറുപ്പത്തിൽ തന്നെ അവന്റെ ബുദ്ധിയും കഴിവും കാരണം പെട്ടെന്ന് തന്നെ അവൻ പ്രശസ്തിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ടോണിക്ക് 4 വയസ്സുള്ളപ്പോഴാണ് അവൻ ആദ്യത്തെ സർക്യൂട്ട് ബോർഡ് നിർമ്മിച്ചത്. അതിനുശേഷം 6ാമത്തെ വയസ്സിൽ ആദ്യത്തെ എഞ്ചിൻ നിർമ്മിച്ചു. 17ാമത്തെ വയസ്സിൽ MITയിൽ നിന്നും ഡിഗ്രി എടുത്തു. അതിനുശേഷമാണ് ടോണിയുടെ അച്ഛനായ ഹോവാർഡ് സ്റ്റാർക്ക് മരിച്ചുപോയത്. ഈ ഹോവാർഡ് സ്റ്റാർക്കിന് ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. അയാളുടെ പേര് ഒബഡായ സ്റ്റെയിൻ എന്നായിരുന്നു. അയാളാണ് പിന്നീട് ആ കമ്പനിയൊക്കെ നോക്കി നടത്തിയത്. ആ ഒരു കാലത്ത് ടോണി സ്റ്റാർക്ക് ഒരു ധൂർത്ത് പുത്രനായിരുന്നെങ്കിലും 21ാം വയസ്സിൽ അവൻ അവന്റെ കമ്പനിയിലേക്ക് തിരിച്ചു വരാണ്. അങ്ങനെ ഉടനെ തന്നെ സ്റ്റാർക്ക് ഇൻഡസ്ട്രീസിന്റെ CEO സ്ഥാനം അവൻ ഏറ്റെടുത്തു. അങ്ങനെ വളരെ കാര്യക്ഷമതയുള്ള പല ആയുധങ്ങളും അഡ്വാൻസ് റോബോട്ടിക്സും സാറ്റലൈറ്റ് ടാർഗറ്റിംഗും നിർമ്മിച്ചുകൊണ്ട് അവൻ അവന്റെ അച്ഛന്റെ പാരമ്പര്യം പുതിയൊരു തലത്തിലേക്ക് എത്തിച്ചു. ഇന്ന് ആയുധ കച്ചവടത്തിന്റെ ഫേസ് തന്നെ ടോണി മാറ്റിമറിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അമേരിക്ക എന്ന രാജ്യത്തിന്റെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് മറ്റേത് രാജ്യത്തെക്കാളും ഒരുപാട് മുകളിലാണ്. ഇത്രയും കാര്യങ്ങളാണ് അവിടെ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ടോണിയുടെ ഇൻട്രൊഡക്ഷനൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അവാർഡ് ദാന ചടങ്ങാണ്. അതിനുവേണ്ടി അങ്ങോട്ട് വന്നിരിക്കുന്നത് കേണലായ ജെയിംസ് റോഡ്സ് ആണ്. ഇയാൾ ടോണിയുടെ ഒരു ഫ്രണ്ടും കൂടെയാണ്. പക്ഷെ അയാൾ ടോണിയെ വിളിക്കുമ്പോൾ ടോണി ഇതുവരെയായിട്ടും ആ ഫംഗ്ഷൻ എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒബഡായ സ്റ്റെയിൻ ആണ് അങ്ങോട്ട് വന്നിട്ട് ആ അവാർഡ് വാങ്ങുന്നത്. ഇയാളെ ടോണി വിളിക്കുന്നത് ഓബി എന്നാണ്. ഇതേ സമയം തന്നെ ടോണി ആണെങ്കിൽ അവിടെ പോക്കർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കേണൽ ഉടനെ തന്നെ അങ്ങോട്ട് ചെന്നിട്ട് ആ ട്രോഫി അവന്റെ കയ്യിൽ നേരിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ കുറച്ചു സമയം കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് നമുക്ക് നാളെ കാണാമെന്ന് പറഞ്ഞിട്ട് അവർ വേഗം തന്നെ അവിടെ നിന്ന് പിരിയുകയും ചെയ്യുന്നു. ടോണി അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ഒരു റിപ്പോർട്ടർ പെൺകുട്ടി അങ്ങോട്ട് വരുന്നത്. അവളിങ്ങനെ ഓരോരോ ക്വസ്റ്റ്യനൊക്കെ ടോണിയോട് ചോദിക്കാൻ തുടങ്ങി. ആ ക്വസ്റ്റ്യനൊക്കെ ചോദിച്ച് തീരുമ്പോഴേക്കും ടോണി അവൾ ഓരോന്നൊക്കെ പറഞ്ഞ് കറക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ടോണി അവളെയും കൊണ്ട് നേരെ അവന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അങ്ങനെ അന്ന് രാത്രി അവൾ അവിടെ സുഖമായിട്ട് കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ വലിയൊരു അനൗൺസ്മെന്റ് കേട്ടിട്ടാണ് അവൾ എഴുന്നേൽക്കുന്നത്. ആ വീട് മൊത്തം കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. ടോണിയുടെ കമ്പ്യൂട്ടർ അസിസ്റ്റന്റിന്റെ പേര് ജാർവിസ് എന്നാണ്. അവനിപ്പോ പുറത്തെ കാലാവസ്ഥയെ കുറിച്ചിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. അവിടുത്തെ ആ സെറ്റപ്പ് ഒക്കെ കണ്ട് അവളാണെങ്കിൽ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഈ സമയത്താണ് ടോണിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയ പെപ്പർ പോട്ട്സ് അങ്ങോട്ട് വരുന്നത്. ആ പെണ്ണിന് പോകാനുള്ള കാറൊക്കെ റെഡി ആയിട്ടുണ്ട്, നിങ്ങളുടെ ഡ്രസ്സൊക്കെ ഞാൻ അയൺ ചെയ്തു, ഉടനെ തന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം എന്നൊക്കെയാണ് പെപ്പർ പോട്ട്സ് അവളുടെ അടുത്ത് പറയുന്നത്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. ടോണി ഇപ്പോൾ അവന്റെ പ്രൈവറ്റ് ജെറ്റിലേക്ക് വന്നിരിക്കുകയാണ്. അവനെയും വെയിറ്റ് ചെയ്തുകൊണ്ട് കേണലും അവിടെ ഇരിക്കുന്നുണ്ട്. അവരിപ്പോ പോകുന്നത് അഫ്ഗാനിസ്ഥാനിലേക്കാണ്. ടോണി പുതിയൊരു മിസൈൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരാണ് ജെറീക്കോ. പട്ടാളക്കാരുടെ അടുത്ത് അതിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ കാണിക്കാനാണ് അവരിപ്പോ പോകുന്നത്. കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം അവർ അഫ്ഗാനിസ്ഥാനിലെത്തി. അവിടെ വെച്ചിട്ടാണ് ആ മിസൈലിന്റെ ഡെമോൺസ്ട്രേഷൻ നടക്കുന്നത്. അങ്ങനെ ടോണി ആ മിസൈലിനെ കുറിച്ച് കുറെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഇതുപോലൊരു ഐറ്റം ഇതിനു മുമ്പ് ആരും നിർമ്മിച്ചിട്ടില്ല. 3 മിസൈലാണത്. ടോണിയുടെ നിർദ്ദേശപ്രകാരം അവരത് കുറെ ദൂരെയുള്ള ഒരു മലയുടെ നേർക്കാണ് തൊടുത്തുവിടുന്നത്. ആ മിസൈലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ മിസൈൽ ആണെങ്കിലും അത് ടാർഗറ്റിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ വേറെ ഒരുപാട് ചെറിയ മിസൈലുകൾ അതിൽ നിന്ന് പുറത്തേക്ക് വരും. അങ്ങനെ ആ മിസൈലുകളാണ് നേരെ ടാർഗറ്റിന്റെ മുകളിൽ വന്ന് പതിക്കുക. അങ്ങനെ ആ മിസൈലൊക്കെ തൊടുത്തുവിട്ട് കഴിയുമ്പോൾ വലിയൊരു പൊട്ടിത്തെറിയാണ് അവിടെ നടക്കുന്നത്. ഒറ്റ മിസൈൽ കൊണ്ട് തന്നെ ഒരു ഏരിയ മൊത്തം കത്തിച്ചാമ്പലായി. അതൊക്കെ കണ്ട് പട്ടാളക്കാരാണെങ്കിൽ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്.
അങ്ങനെ ഡെമോൺസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞ് അവരവരുടെ ബേസിലേക്ക് പുറപ്പെടുകയാണ്. ഈ യാത്രയാണ് നമ്മൾ ഈ സിനിമയുടെ തുടക്കത്തിൽ കണ്ടത്. അങ്ങനെ ടോണി ഇപ്പോൾ ആ തീവ്രവാദികളുടെ പിടിയിലാണ്. അവൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ ഒരു റൂമിനകത്ത് അവനെ പൂട്ടിയിട്ടിരിക്കുകയാണ്. അവന്റെ അടുത്തായിട്ട് വേറൊരാളും കൂടെ നിൽക്കുന്നുണ്ട്. ഇയാളൊരു ഡോക്ടറാണ്. ഇയാളുടെ പേര് ഇൻസൻ എന്നാണ്. ടോണി നോക്കുമ്പോൾ അവന്റെ ശരീരം ഒരു ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അവന്റെ നെഞ്ചിലായിട്ട് എന്തോ ഒരു സാധനവും ഘടിപ്പിച്ചിട്ടുണ്ട്. അതെന്താണ് സംഭവം എന്ന കാര്യം ടോണിക്ക് മനസ്സിലായിട്ടില്ല. അവൻ അതൊക്കെ വലിച്ചു പറിച്ച് കളയാൻ തുടങ്ങുമ്പോഴാണ് ഇൻസൻ അവന്റെ അടുത്ത് കാര്യങ്ങൾ പറയുന്നത്. അതായത് അവൻ അങ്ങോട്ട് കൊണ്ടുവന്നപ്പോ അവന്റെ ശരീരത്തിൽ ആ ബോംബ് പൊട്ടിയതിന്റെ ഒരുപാട് അവശിഷ്ടങ്ങൾ തുളച്ചു കയറിയിട്ടുണ്ടായിരുന്നു. അതിൽ കുറെ എണ്ണമൊക്കെ ഇൻസൻ എടുത്ത് മാറ്റി. എങ്കിലും അവന്റെ ഹാർട്ടിന്റെ അടുത്തായിട്ട് 2-3 കഷ്ണങ്ങൾ ഇപ്പോഴും ഉണ്ട്. അതെല്ലാം വളരെ പതുക്കെയാണ് അവന്റെ ഹാർട്ടിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് തടയാനാണ് അങ്ങനെ ഒരു ഇലക്ട്രോ മാഗ്നറ്റ് അവന്റെ ശരീരത്തിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. അതൊരു കാറിന്റെ ബാറ്ററിയുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ആ ഡിവൈസ് ഓൺ ആയിരിക്കുന്നിടത്തോളം കാലം ആ കഷ്ണങ്ങളൊന്നും അവന്റെ ഹാർട്ടിനകത്തേക്ക് കയറത്തില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇൻസൻ ഇപ്പോൾ അവന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്നാണ് ആ റൂമിന്റെ അകത്തേക്ക് കുറെ തീവ്രവാദികൾ കയറി വരുന്നത്. ടോണി നോക്കുമ്പോൾ അവരുടെ എല്ലാവരുടെയും കയ്യിലിരിക്കുന്ന തോക്ക് ടോണിയുടെ കമ്പനിയിൽ നിർമ്മിച്ചതാണ്. എങ്ങനെയാണ് ഇത് ഓന്മാർക്ക് കിട്ടിയത് എന്നൊക്കെയാണ് ടോണി ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയം ആ കൂട്ടത്തിൽ ഒരുത്തൻ സംസാരിക്കാൻ തുടങ്ങി. ടോണി അവരെന്തിനാണ് അങ്ങോട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടോണി കുറച്ചു മുന്നേ പ്രദർശിപ്പിച്ച ആ ജെറീക്കോ എന്ന് പറയുന്ന മിസൈൽ ഉണ്ടല്ലോ, അതുപോലെ ഒരെണ്ണം ആ തീവ്രവാദികൾക്ക് വേണ്ടി ടോണി ഉണ്ടാക്കി കൊടുക്കണം. അതാണ് അവരുടെ ഡിമാൻഡ്. പക്ഷെ അവരത് പറയുമ്പോൾ ടോണി അതിന് സമ്മതിക്കുന്നില്ല. ഞാൻ ഉണ്ടാക്കി തരത്തില്ല എന്ന് അവൻ തറപ്പിച്ച് പറയാണ്. അത് കേൾക്കുമ്പോൾ ആ തീവ്രവാദികൾക്കൊക്കെ ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി. അതിനെ തുടർന്ന് അവർ ടോണിയെ വല്ലാതെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറെ നേരം അവരവനെ ഉപദ്രവിക്കുന്നുണ്ട്. നിവൃത്തിയില്ലാതെ ടോണി അത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് സമ്മതിക്കുകയാണ്. അങ്ങനെ കുറച്ചു സമയത്തിന് ശേഷം അവർ ടോണിയെ കൊണ്ട് പോകുന്നത് മറ്റൊരു സ്ഥലത്തേക്കാണ്. അവിടെ ഒരുപാട് ആയുധങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ട്. ടോണി നോക്കുമ്പോൾ അതെല്ലാം അവന്റെ കമ്പനിയിൽ തന്നെ ഉണ്ടാക്കിയ ആയുധങ്ങളാണ്. അങ്ങനെ അതൊക്കെ കാണിച്ചതിന് ശേഷം അയാൾ വീണ്ടും കാര്യങ്ങൾ പറയാൻ തുടങ്ങി. നിനക്ക് ജെറീക്കോ മിസൈൽ ഉണ്ടാക്കാൻ വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ റെഡിയാണ്. ഇനി എന്തെങ്കിലും കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ എത്തിക്കാം. എത്രയും പെട്ടെന്ന് തന്നെ നീ ആ മിസൈൽ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം. അങ്ങനെയാണെങ്കിൽ നിനക്ക് ഇവിടെ നിന്ന് പോവാം എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. ടോണി ആണെങ്കിൽ അതിന് ഓക്കെ പറയുകയും ചെയ്യുന്നു. അങ്ങനെ ടോണിയും വിൻസനും ഇപ്പോൾ അവന്റെ റൂമിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. എന്താണ് ചെയ്യേണ്ടത് എന്ന് ടോണിക്ക് ഒരു ഐഡിയ ഇല്ല. അവൻ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് അവിടെ തന്നെ ഇരിക്കുകയാണ്. ഈ സമയത്താണ് ഇൻസൻ അവന്റെ അടുത്തേക്ക് വരുന്നത്. എന്താണ് നിന്റെ പരിപാടി? നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നീ നിന്റെ ഇത്രയും കാലത്തെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മുഴുവൻ ആയുധങ്ങളും ഇപ്പോൾ അവന്മാരുടെ കയ്യിലുണ്ട്. ഇപ്പോൾ ആ ആയുധങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ നീയും അവരുടെ പിടിയിലായി. ഇനിയിപ്പോൾ എന്താണ് നിന്റെ പ്ലാൻ? ഈ മുറിയിൽ കടന്ന് ചാവാനാണോ? അതോ നീ അവർ പറഞ്ഞ മിസൈൽ ഉണ്ടാക്കി കൊടുക്കാൻ പോവാണോ? അല്ലെങ്കിൽ പിന്നെ രക്ഷപ്പെടാൻ നീ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്നൊക്കെയാണ് അയാൾ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ രക്ഷപ്പെടാൻ ഞാൻ എന്തിനാണ് പ്ലാൻ ചെയ്യുന്നത്? അങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ അവർ ഉറപ്പായിട്ടും നമ്മളെ രണ്ടുപേരെയും കൊല്ലും. ഇനിയിപ്പോ കൊന്നിട്ടില്ല എന്നുണ്ടെങ്കിലും എന്റെ ഈ ഹാർട്ടിലെ പ്രശ്നം കാരണം ഞാൻ ഉടനെ തന്നെ മരിക്കും. അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് എനിക്കൊരു ഐഡിയയും ഇല്ല എന്നൊക്കെയാണ് ടോണി പറയുന്നത്. അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം ആ മിസൈല് പണിയാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇപ്പോൾ അവന്റെ റൂമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതെല്ലാം വെച്ച് അവനിപ്പോൾ അവന്റെ വർക്കും ആരംഭിച്ചിട്ടുണ്ട്. അവന്റെ റൂമിൽ അവൻ ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളും അവിടുത്തെ ക്യാമറ വഴി ആ തീവ്രവാദികളെല്ലാം മറ്റൊരു റൂമിലിരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പണി നടക്കുന്നതിനിടയിൽ ഏതാണ് ഈ തീവ്രവാദികൾ എന്ന കാര്യങ്ങളൊക്കെ ടോണി ചോദിക്കുന്നുണ്ട്. ഇവര് നിന്റെ കസ്റ്റമേഴ്സ് തന്നെയാണ്. ഇവരെ വിളിക്കുന്നത് 10 റിങ്സ് എന്നാണ് എന്നൊക്കെയാണ് യാസിൻ അതിന് മറുപടി പറയുന്നത്. അതെല്ലാം കേട്ടുകൊണ്ട് ടോണി അവന്റെ പണിയിൽ തന്നെ മുഴുകിയിരിക്കുകയാണ്. പക്ഷെ ഈ സമയം അവൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ആ മിസൈൽ അല്ല, മറ്റൊരു ഡിവൈസ് ആണ്. അതായത് അവന്റെ ഹാർട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഇലക്ട്രോ മാഗ്നറ്റ് ഉണ്ടല്ലോ, അത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ബാറ്ററി വേണം. അതിന് പകരമായിട്ട് മറ്റൊരു ഡിവൈസ് ആണ് അവൻ ഉണ്ടാക്കുന്നത്. ഇതിന്റെ പേര് ആർക്ക് റിയാക്ടർ എന്നാണ്. ഇനി അങ്ങോട്ട് ഒരു 50 കൊല്ലത്തേക്കെങ്കിലും അവന്റെ ജീവൻ നിലനിർത്താൻ ആ ഡിവൈസിനെ കൊണ്ട് സാധിക്കും. അതാണ് അവനിപ്പോൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇനി ടോണി പ്ലാൻ ചെയ്യുന്നത് എങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെടാമെന്നാണ്. അതിനൊരു വലിയ പ്ലാൻ തന്നെ അവൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊരു സ്യൂട്ടാണ്. അതിന്റെ ചിത്രമൊക്കെ അവനൊരു പേപ്പറിൽ വരച്ചെടുത്തിരിക്കുകയാണ്. ആ മോഡലൊക്കെ കണ്ടിട്ട് ഇൻസനും ശരിക്കും അത്ഭുതമായി. അങ്ങനെ ടോണി ഉടനെ തന്നെ ആ സ്യൂട്ട് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളൊക്കെ ആരംഭിച്ചു. അതിന്റെ പണിയൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം തീവ്രവാദികളാണെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആ TV സ്ക്രീനിൽ കാണുന്നുണ്ട്. അവർ ആ മിസൈലിന്റെ ഫോട്ടോയുമായിട്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതുപോലുള്ള കാര്യങ്ങളൊന്നും അല്ല ടോണി അതിനകത്തിരുന്ന് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും ഉടനെ തന്നെ ആ റൂമിന്റെ അകത്തേക്ക് കയറി ചെല്ലാണ്. ഇത്തവണ അവരുടെ മെയിൻ ലീഡറായ റാസയെ അവരുടെ കൂടെയുണ്ട്. അങ്ങനെ അവർ കാര്യങ്ങളൊക്കെ തിരക്കാൻ തുടങ്ങി. സത്യം പറഞ്ഞു, നിങ്ങൾ എന്താണ് ഇവിടെ പണിതുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ഇവിടെ ചെയ്യുന്നത് കണ്ടിട്ട് ആ മിസൈൽ ഉണ്ടാക്കുന്നത് പോലെ ഇല്ലല്ലോ എന്നൊക്കെയാണ് റാസ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ഞങ്ങൾ ജെറീക്കോ എന്ന് പറയുന്ന മിസൈൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് എന്നാണ് ഇൻസൻ അതിന് മറുപടി പറയുന്നത്. പക്ഷെ അവരത് വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല. ടോണി സത്യം പറയാത്തത് കാണുമ്പോൾ അവർ ഇൻസനെ ഉപദ്രവിക്കാൻ
തുടങ്ങി. ഇനിയും താനൊന്നും മിണ്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇൻസൻ മരിക്കും എന്ന കാര്യം ടോണിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അവൻ സംസാരിക്കാൻ തുടങ്ങി. അവനെ നിങ്ങൾ കൊന്നു കഴിഞ്ഞാൽ എനിക്ക് ഒറ്റയ്ക്ക് ഈ പണിയൊന്നും ചെയ്തു തീർക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് അവനെ വെറുതെ വിടണം എന്നാണ് ടോണി പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ഓക്കെ, ഞങ്ങൾ ഇവനെ ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ നിനക്ക് ഈ ഒരു രാത്രി കൂടിയേ സമയമുള്ളൂ, നാളെ ആവുമ്പോഴേക്കും ആ മിസൈലിന്റെ പണി നീ പൂർത്തീകരിച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ട് റാസ് അവന്റെ ടീമിനെയും കൂട്ടി വേഗം പുറത്തേക്ക് പോവാണ്. റാസ് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ടോണി തന്റെ തീരുമാനത്തിൽ നിന്ന് പിന്മാറുന്നില്ല. അവൻ ആ സ്യൂട്ട് ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ്. അതിനുള്ള വർക്കുകളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് അന്ന് രാത്രി തന്നെ അവൻ ആ സ്യൂട്ടിന്റെ മുഴുവൻ പണിയും തീർക്കുകയാണ്. ഇനിയിപ്പോൾ കമ്പ്യൂട്ടറിൽ ചില കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അതിനു മുമ്പായിട്ട് ഇൻസൻ ആ സ്യൂട്ട് എടുത്തിട്ട് അവന്റെ ശരീരത്തിൽ ഫിറ്റ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുകയാണ്. ടോണി മറഞ്ഞു നിന്നിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റാസ നോക്കുമ്പോൾ അവർക്ക് ക്യാമറയിലൂടെ ടോണിയെ കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ റൂമിന്റെ അകത്ത് ചെക്ക് ചെയ്യാൻ അയാൾ ഉടനെ തന്നെ 2 ആളുകളെ അയക്കുകയാണ്. അവരങ്ങോട്ട് ചെന്നിട്ട് വാതിലിൽ മുട്ടുമ്പോൾ ഇൻസിൻ വാതിൽ തുറന്നു കൊടുക്കുന്നില്ല. ആ വാതിലിലാണെങ്കിൽ ഒരു ബോംബും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർ ആ വാതിൽ തള്ളി തുറക്കാൻ ശ്രമിക്കുമ്പോൾ ആ ബോംബ് പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നു. വളരെ ശക്തമായിട്ടുള്ളൊരു സ്ഫോടനമായിരുന്നു അത്. അത് കേട്ട ഉടനെ തന്നെ ബാക്കിയുള്ള തീവ്രവാദികളൊക്കെ അങ്ങോട്ട് ഓടി വരാൻ തുടങ്ങി. ഇനിയിപ്പോൾ ഇൻസിന് ചെയ്യാനുള്ളത് കമ്പ്യൂട്ടറിൽ ചില കാര്യങ്ങളാണ്. പക്ഷെ അത് ലോഡ് ആവാൻ ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. അതിനു മുമ്പ് തന്നെ ആ തീവ്രവാദികളൊക്കെ അങ്ങോട്ട് എത്തും എന്ന കാര്യം അയാൾക്കറിയാം. അയാൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം ഒരു തോക്കെടുത്തിട്ട് ആ തീവ്രവാദികളുടെ നേരെ ഓടുകയാണ്. അതിനുശേഷം അങ്ങോട്ട് വരുന്ന മുഴുവൻ ആളുകളെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവരെയെല്ലാം കൊന്ന് അയാൾ ഓടിയെത്തുന്നത് ബാക്കിയുള്ളവരുടെ അടുത്തേക്കാണ്. ഇനിയിപ്പോ അയാൾക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ഈ സമയമാകുമ്പോഴേക്കും ആ പ്രോഗ്രാം ഒക്കെ ലോഡായി കഴിഞ്ഞിട്ടുണ്ട്. ഇതേ സമയം വേറെ കുറച്ച് തീവ്രവാദികൾ ടോണി ഇരിക്കുന്ന സ്ഥലത്തേക്കാണ് ചെല്ലുന്നത്. അപ്പോഴേക്കും ആ സ്യൂട്ടൊക്കെ സെറ്റാക്കി ടോണി അവരുടെ മുന്നിലേക്ക് വരികയാണ്. അതിനുശേഷം അവരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങോട്ട് വരുന്ന മുഴുവൻ ആളുകളെയും അവൻ അവന്റെ സ്യൂട്ടിലെ ഗണ്ണ് വെച്ചിട്ട് വെടിവെച്ച് വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരെയും വെടിവെച്ച് വീഴ്ത്തി അവൻ നേരെ ആ ഗുഹയുടെ മുന്നിലേക്കാണ് എത്തുന്നത്. ഈ സമയം റാസ് അവിടെ നിൽക്കുന്നുണ്ട്. അവനെ കണ്ട ഉടനെ തന്നെ അയാൾ ഒരു മിസൈൽ ഷൂട്ട് ചെയ്യാണ്. അത് കാണുമ്പോൾ ടോണി അവിടെ നിന്ന് മാറുകയും ചെയ്യുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ ടോണി റാസയും വെടിവെച്ച് വീഴ്ത്താണ്. അവൻ നോക്കുമ്പോൾ ഇൻസിൻ അവിടെ കിടക്കുന്നുണ്ട്. അയാൾക്കിപ്പോ അനങ്ങാൻ പോലും സാധിക്കത്തില്ല. ടോണി അയാൾ അവിടെ നിന്ന് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അയാൾക്കതിന് സാധിക്കുന്നില്ല. മരിക്കാൻ നേരത്ത് അയാൾ ഒരൊറ്റ കാര്യമാണ് ടോണിയുടെ അടുത്ത് പറയുന്നത്. അതായത് നിന്റെ ജീവിതം നീ വെറുതെ പാഴാക്കി കളയരുത്. അത്രയും പറഞ്ഞതിന് ശേഷം അയാൾ മരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ടോണി വേഗം തന്നെ ആ ഗുഹയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. ഈ സമയം വേറെയും കുറെ ആളുകൾ അവിടെ നിൽക്കുന്നുണ്ട്. അത് കാണുമ്പോൾ ടോണി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവിടെ നിരത്തി വെച്ചിരിക്കുന്ന മുഴുവൻ ആയുധങ്ങൾക്കും തീ കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ വലിയൊരു പൊട്ടിത്തെറി അവിടെ നടക്കാൻ തുടങ്ങി. അങ്ങനെ ആ ഏരിയ മൊത്തം ബ്ലാസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലൂടെ ടോണി ആ സ്യൂട്ട് വെച്ച് അവിടെ നിന്ന് പറന്നു പോവാണ്. അങ്ങനെ അവൻ നേരെ ചെന്ന് വീഴുന്നത് ഒരു മരുഭൂമിയിലേക്കാണ്. അതോടൊപ്പം തന്നെ ആ സ്യൂട്ട് മൊത്തത്തിൽ തകർന്നു പോവുകയും ചെയ്യുന്നു. വളരെ കഷ്ടപ്പെട്ടാണ് ടോണി അവിടെ നിന്ന് എഴുന്നേൽക്കുന്നത്. അങ്ങനെ അവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഹെലികോപ്റ്റർ അങ്ങോട്ട് വരുന്നത്. അതിനകത്തുണ്ടായിരുന്നത് ജെയിംസും ടീമും ആയിരുന്നു. അവർ പെട്ടെന്ന് തന്നെ ടോണിയെ കൊണ്ട് അവരുടെ നാട്ടിലേക്ക് പോവാണ്. അങ്ങനെ നാട്ടിൽ വന്ന് ലാൻഡ് ആയി കഴിയുമ്പോൾ പെപ്പർ അവിടെ നിൽക്കുന്നുണ്ട്. അവന് നല്ല രീതിയിൽ അപകടം പറ്റിയോണ്ട് തന്നെ നമുക്ക് ഉടനെ ഹോസ്പിറ്റലിൽ പോവാം എന്നാണ് പെപ്പർ പറയുന്നത്. പക്ഷെ ടോണി അതിന് സമ്മതിക്കുന്നില്ല. ഇപ്പോൾ ഹോസ്പിറ്റലിലേക്കല്ല പോകേണ്ടത്, ഉടനെ തന്നെ ഒരു പ്രസ് മീറ്റ് വിളിക്കി എന്നാണ് അവൻ പെപ്പറിന്റെ അടുത്ത് പറയുന്നത്. അങ്ങനെ അവൻ പറഞ്ഞ പോലെ ആ പ്രസ് മീറ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. അവൻ അവരുടെ അടുത്ത് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഇത്രയും കാലം നമ്മുടെ രാജ്യത്തിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് എന്റെ കമ്പനി ആയുധങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. എന്നാൽ ആ ആയുധങ്ങൾ കാരണം നമ്മുടെ തന്നെ ആളുകൾ മരിക്കുന്നതാണ് ഞാൻ കണ്ടത്. അതുകൊണ്ട് തന്നെ ഞാനൊരു തീരുമാനമെടുത്തു. ഈ ലോകത്തിന് വേണ്ടി ബോംബുകളും മിസൈലുകളും അല്ല ഞാൻ ഉണ്ടാക്കി കൊടുക്കേണ്ടത് എന്ന കാര്യം ഞാൻ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി സ്റ്റാർക്ക് ഇൻഡസ്ട്രീസിൽ ഒരായുധങ്ങളും ഉണ്ടാക്കുന്നതല്ല എന്നൊക്കെയാണ് അവൻ ആ പ്രസ് മീറ്റിൽ പറയുന്നത്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. ഓബി ഇപ്പോൾ ടോണിയെ കാണാൻ വേണ്ടി അവന്റെ അടുത്തേക്ക് ചെന്നിരിക്കുകയാണ്. അവൻ ആ പ്രസ് മീറ്റിൽ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അയാൾക്ക് ചെറിയൊരു ദേഷ്യമുണ്ട്. നീ എന്തൊക്കെയാണ് ആ പ്രസ് മീറ്റിൽ വിളിച്ചു പോവിയത്? നിനക്കെന്താ വട്ടായോ? ആയുധങ്ങളൊന്നും നിർമ്മിക്കുന്നില്ല എന്ന് നീ പറഞ്ഞൊരൊറ്റ കാരണം കൊണ്ട് നമ്മുടെ ഷെയർ എത്രമാത്രം ഇടിഞ്ഞു എന്നതിനെ കുറിച്ച് നിനക്ക് വല്ല ബോധമുണ്ടോ? ഓ ശരിയാ, ഇത് നിന്നെ ബാധിക്കത്തില്ലല്ലോ, എന്നെ മാത്രമല്ല ബാധിക്കത്തുള്ളൂ. എന്താണ് നിന്റെ തീരുമാനം? ആയുധങ്ങളൊക്കെ ഉണ്ടാക്കൽ നിർത്തിയിട്ട് നീ എന്താ കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കാൻ പോവാണോ? എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഓബി ഇപ്പൊ ചോദിക്കുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളെ കാരണം എത്ര പേരാണ് മരിക്കുന്നത്. അതുകൊണ്ടാണ് ഇനി ആയുധങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്ന് ഞാൻ തീരുമാനിച്ചത്. നമുക്കിനി ഈ ആർക്ക് റിയാക്ടർ ടെക്നോളജിയിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ പോരെ എന്നാണ് ടോണി പറയുന്നത്. ആർക്ക് റിയാക്ടറോ? 30 വർഷമായിട്ട് നമ്മൾ ഇതിന്റെ പുറകിലായിരുന്നു. എന്നിട്ട് ഒരു ഇംപ്രൂവ്മെന്റും നമ്മുടെ കമ്പനിക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ നിന്റെ ശരീരത്തിൽ ആർക്ക് റിയാക്ടറിന്റെ ഒരു മിനിയേച്ചർ സെറ്റ് ചെയ്ത കാര്യമൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. നീ ആ പ്രസ് മീറ്റിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിട്. നമുക്ക് പഴയതുപോലെ തന്നെ ആയുധങ്ങളൊക്കെ തന്നെ ഉണ്ടാക്കിയാൽ മതി എന്നൊക്കെയാണ് ഓബി പറയുന്നത്. അയാൾ അങ്ങനെയൊക്കെ പറയുമെങ്കിലും ടോണി ഇതുവരെയായിട്ടും അവന്റെ തീരുമാനം ഒന്നും മാറ്റിയിട്ടില്ല. അങ്ങനെ അവൻ തിരിച്ച് അവന്റെ വീട്ടിലെത്തിക്കഴിഞ്ഞ് പെപ്പറിനെ അവന്റെ അടുത്തേക്ക് വിളിച്ചിരിക്കുകയാണ്. അവന്റെ ശരീരത്തിൽ ഘടിപ്പിച്ച ആ ആർക്ക് റിയാക്ടർ
ഉണ്ടല്ലോ അവൻ അതൊന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പഴയതിന്റെ ചില സാധനങ്ങളൊക്കെ അവന്റെ ശരീരത്തിൽ നിന്ന് എടുത്തു മാറ്റാനുണ്ട്. അത് അവനെ കൊണ്ട് പറ്റത്തില്ല. അതിനു വേണ്ടിയിട്ടാണ് അവൻ പെപ്പറിനെ ഇപ്പൊ അങ്ങോട്ട് വിളിച്ചിരിക്കുന്നത്. അവൾ ഇങ്ങനത്തെ പരിപാടിയൊന്നും ഇതുവരെയായിട്ട് ചെയ്തിട്ടില്ല. വളരെ ടെൻഷനോടെയാണ് അവൾ അതിനകത്തു നിന്നും ആ മാഗ്നറ്റ് ഒക്കെ എടുത്തു മാറ്റുന്നത്. അതിനുശേഷം അവൾ ആ പുതിയ ആർക്ക് റിയാക്ടർ എടുത്ത് അവിടെ ഫിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ അവിടെ നിന്ന് പോകാൻ നേരത്ത് ഈ പഴയ ആർക്ക് റിയാക്ടർ എന്ത് ചെയ്യണം എന്ന കാര്യം അവൾ ടോണിയോട് ചോദിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ അത് നശിപ്പിച്ചു കളഞ്ഞേക്ക്, എനിക്ക് ഈ നൊസ്റ്റാൾജിയ സൂക്ഷിക്കുന്ന പരിപാടിയൊന്നുമില്ല എന്നാണ് ടോണി അതിന് മറുപടി പറയുന്നത്. അങ്ങനെ ടോണി ഇപ്പോൾ അവന്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് കടന്നിരിക്കുകയാണ്. അതായത് അവനൊരു പുതിയ സ്യൂട്ട് ഉണ്ടാക്കാൻ പോവാണ്. അതിന്റെ ശ്രമങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതേ സമയം തന്നെ ആ തീവ്രവാദികളൊക്കെ ടോണി ചെന്ന് വീണ സ്ഥലത്തേക്കാണ് പോയിരിക്കുന്നത്. അവരിപ്പോ ആ അവശിഷ്ടങ്ങളൊക്കെ അവിടെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറെ നേരത്തെ പരിശോധനയിൽ അവർക്ക് ആ സ്യൂട്ടിന്റെ അവശിഷ്ടങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതിലൊരാൾ ഉടനെ തന്നെ റാസയുടെ അടുത്തേക്കാണ് പോകുന്നത്. അയാൾ ഇതുവരെയായിട്ട് മരിച്ചിട്ടില്ല. ആ അവശിഷ്ടങ്ങളൊക്കെ കണ്ട് അയാളാണെങ്കിൽ എന്തോ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇതേ സമയം ടോണിയാണെങ്കിൽ ആ സ്യൂട്ടിന്റെ പണിപ്പുറയിൽ തന്നെയാണ്. അവനിപ്പോൾ സ്യൂട്ടിന്റെ കാലാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം അതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ആദ്യമൊക്കെ അവൻ തെറിച്ചു വീഴുന്നുണ്ടെങ്കിലും പതിയെ പതിയെ അവൻ അതൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തതായിട്ട് അവൻ വർക്ക് ചെയ്യുന്നത് അതിന്റെ കയ്യിലാണ്. ഈ ഒരു അവസരത്തിലാണ് പെപ്പർ അങ്ങോട്ട് വരുന്നത്. അവൻ ആ സാധനങ്ങളൊക്കെ പണിയുന്നത് കാണുമ്പോൾ നിങ്ങളല്ലേ പറഞ്ഞത് ഇനി ആയുധങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല എന്ന്, പിന്നെ ഇതെന്താണ് സംഭവം എന്നാണ് അവള് ചോദിക്കുന്നത്. ഏയ് ഇതങ്ങനെ ഒരു വെപ്പണൊന്നുമല്ല, ഇത് കണ്ട് നീ ടെൻഷൻ ആവണ്ട എന്നാണ് അവൻ അതിന് മറുപടി പറയുന്നത്. അങ്ങനെ സമയം രാത്രിയായി. ടോണിയും പെപ്പറും കൂടെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ഓബി അങ്ങോട്ട് വരുന്നത്. അവൻ ആ ആയുധ നിർമ്മാണത്തിൽ നിന്നും പൂർണ്ണമായിട്ട് ഒഴിവായി എന്ന കാര്യം ഓബിക്ക് മനസ്സിലായി. അയാൾ പറയുന്നത് അവൻ അതിൽ നിന്ന് പിന്മാറിയതുകൊണ്ട് തന്നെ നമ്മുടെ ഷെയർ ശരിക്കും താഴ്ന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ബോർഡിലെ മെമ്പേഴ്സ് ഒക്കെ പറയുന്നത് നിന്നെ ഒഴിവാക്കണമെന്നാണ്. ഈ ഒരു കാര്യം അറിയിക്കാനാണ് ഓബി ഇപ്പൊ അങ്ങോട്ട് വന്നിരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഒഴിവാക്കാനോ, ഇപ്പോഴും എന്റെ ഷെയർ തന്നെയാണ് കൂടുതൽ നിൽക്കുന്നത്, അങ്ങനെ നിങ്ങൾ പറയുന്ന പോലെ ഒഴിവാക്കാനൊന്നും പറ്റത്തില്ല എന്നാണ് ടോണി അതിന് മറുപടി പറയുന്നത്. അതിനുശേഷം അവൻ അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി. അത് കാണുമ്പോൾ നീ പുതിയ എന്തോ സംഭവം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന കാര്യം എനിക്കറിയാം, ഞാനും കൂടെ ഒന്ന് വന്ന് കണ്ടോട്ടെ എന്നാണ് ഓബി ചോദിക്കുന്നത്. പക്ഷെ ടോണി അതിന് അനുവദിക്കുന്നില്ല. അങ്ങനെ ടോണി നേരെ ചെല്ലുന്നത് അവന്റെ ആ സ്യൂട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ കൈയിന്റെയും കാലിന്റെയും പണിയൊക്കെ അവൻ തീർത്തിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് അവനിപ്പോ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുക എന്ന കാര്യമാണ് അവനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറെ നേരം അവൻ ആ കാര്യം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെ അതിനെ ശരിക്കും കൺട്രോൾ ചെയ്യാം എന്ന കാര്യമൊക്കെ അവന് മനസ്സിലായി. ഇനിയിപ്പോൾ ഉണ്ടാക്കേണ്ടത് ആ സ്യൂട്ടിന്റെ ബാക്കി ഭാഗങ്ങളാണ്. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അവൻ ആ സ്യൂട്ടിന്റെ ബാക്കി ഭാഗങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇനി പുറത്തു പോയിട്ട് ആ കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യണം. അതിനുള്ള പുറപ്പാടിലാണ് അവൻ. ആ സ്യൂട്ടിനകത്തും ജാർവിസ് തന്നെയാണ് അവൻ അസിസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവൻ പുറത്തേക്ക് പറക്കാൻ തുടങ്ങി. കുറെ നേരം സിറ്റിയിൽ അവൻ പറന്നു നടക്കുന്നുണ്ട്. പ്രാക്ടീസ് ചെയ്ത് അവൻ അതിന്റെ കൺട്രോളിംഗ് ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മുന്നോട്ടും പുറകിലോട്ടും പറക്കുന്നതിൽ അവന് ശരിക്കും കൺട്രോൾ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ നോക്കാനുള്ളത് ആ സ്യൂട്ടും കൊണ്ട് എത്ര ഉയരത്തിൽ പറക്കാൻ പറ്റുമെന്നുള്ളതാണ്. അമേരിക്ക ഉണ്ടാക്കിയ ഒരു വിമാനം 85,000 അടി ഉയരത്തിലാണ് പറന്നിട്ടുള്ളത്. അതൊരു റെക്കോർഡാണ്. ആ റെക്കോർഡ് വെട്ടിക്കാനാണ് അവനിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വളരെ വേഗത്തിൽ അവൻ മുകളിലേക്ക് പോകാൻ തുടങ്ങി. കുറെ പോയി കഴിയുമ്പോൾ ജാർവിസ് അവനൊരു നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. അതായത് സ്യൂട്ടിൽ മൊത്തം ഐസ് പിടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. പക്ഷെ അവൻ ഈ ഒരു അവസരത്തിൽ അത് മൈൻഡ് ചെയ്യുന്നില്ല. മാക്സിമം ഉയരത്തിൽ എത്താനാണ് അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ സ്യൂട്ട് മൊത്തം ഐസ് പിടിക്കാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ അതിന്റെ ഫംഗ്ഷനിങ്ങും സ്റ്റോപ്പ് ആവുന്നു. അങ്ങനെ പെട്ടെന്ന് അവൻ താഴേക്ക് വീഴാൻ തുടങ്ങി. അവൻ ജാർവിസിനെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഐസ് പിടിച്ചിരിക്കുന്നതുകൊണ്ട് ഇലക്ട്രോണിക്സ് ഒന്നും വർക്കാവുന്നില്ല. ഈ സമയത്താണ് ടോണി അതിലുള്ള ഒരു സ്വിച്ചിൽ ഞെക്കുന്നത്. അതോടൊപ്പം തന്നെ അതിലുള്ള ഐസ് ഒക്കെ പോകാൻ തുടങ്ങി. അങ്ങനെ ആ ഇലക്ട്രോണിക്സ് ഒക്കെ ഓൺ ആവുകയും ചെയ്യുന്നു. ഇത്രയും നേരത്തെ ട്രെയിനിങ്ങിൽ ആ സ്യൂട്ട് വെച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയം കൂടെ പറന്നു കഴിഞ്ഞിട്ട് ആ ട്രെയിനിങ് ഒക്കെ അവസാനിപ്പിച്ച് അവൻ അവന്റെ വീട്ടിൽ ലാൻഡ് ചെയ്യാണ്. അങ്ങനെ ടോണി അവന്റെ വീട്ടിന്റെ അകത്തെത്തി. അവൻ നോക്കുമ്പോൾ അവന്റെ മേശയുടെ മുകളിലായിട്ട് പെപ്പർ കൊണ്ടുവച്ചൊരു ഗിഫ്റ്റ് ഇരിക്കുന്നുണ്ട്. അവൻ വേഗം തന്നെ അതൊക്കെ പൊട്ടിച്ചു നോക്കുകയാണ്. അതിനകത്തുണ്ടായിരുന്നത് അവന്റെ പഴയ ആർക്ക് റിയാക്ടർ ആണ്. പെപ്പർ അതിലൊരു കാര്യം കൂടെ എഴുതി വെച്ചിട്ടുണ്ട്. ടോണി സ്റ്റാർക്കിന് ഒരു ഹൃദയം ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവാണിത് എന്നാണ് അവൾ അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതൊക്കെ കാണുമ്പോൾ അവന് ശരിക്കും സന്തോഷമായി. അങ്ങനെ ടോണി നേരെ ചെല്ലുന്നത് അവന്റെ സ്യൂട്ടിന്റെ ഇപ്പോഴത്തെ പ്രശ്നത്തിന്റെ പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരുപാട് ഉയരത്തിൽ സഞ്ചരിക്കുമ്പോൾ ആ ഐസ് പിടിക്കുന്ന പ്രോബ്ലം. ഗോൾഡ് ടൈറ്റാനിയം ഉപയോഗിച്ചിട്ട് ആ സ്യൂട്ടിന്റെ ചട്ടക്കൂടൊക്കെ നിർമ്മിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നം സോൾവ് ആവത്തില്ലേ എന്നാണ് അവൻ ജാർവിസിന്റെ അടുത്ത് ചോദിക്കുന്നത്. അത് നല്ലൊരു ഐഡിയ ആണ് എന്നാണ് ജാർവിസ് അതിന് മറുപടി പറയുന്നത്. അങ്ങനെ ജാർവിസ് പെട്ടെന്ന് തന്നെ ഗോൾഡ് ടൈറ്റാനിയം വെച്ചിട്ടുള്ള അവന്റെ സൂട്ടിന് ഒരു മോഡൽ തയ്യാറാക്കുകയാണ്. അതിനിടയിലാണ് അവിടെ ഒരു ന്യൂസ് കാണിക്കുന്നത്. സ്റ്റാർക്ക് ഇൻഡസ്ട്രീസിന്റെ വക ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. പക്ഷെ ടോണി ചെക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഫംഗ്ഷൻ അവന് ഇൻവൈറ്റ് ചെയ്തിട്ടില്ല. അതിന്റെ കാരണം ആ ന്യൂസിൽ തന്നെ പറയുന്നുണ്ട്. അതായത് ആ തീവ്രവാദികളെ പിടിച്ചോണ്ടുപോയതിനു ശേഷം ടോണിക്ക് എന്തോ ഒരു മാനസിക വിഭ്രാന്തി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾ ഏത് സമയം വീട്ടിന്റെ അകത്ത് തന്നെയാണ് എന്നൊക്കെയാണ് ആ ന്യൂസ് റിപ്പോർട്ടർ പറയുന്നത്. അതൊക്കെ കേൾക്കുമ്പോൾ അവന് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. ഈ സമയമാകുമ്പോഴേക്കും ജാർവിസ് ആണെങ്കിൽ ആ സ്യൂട്ടിന്റെ മോഡലൊക്കെ റെഡി
റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ മുഴുവൻ ഗോൾഡ് ആയതുകൊണ്ട് ടോണിക്ക് അത് അങ്ങോട്ട് ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിനിടയിലാണ് അവൻ അവന്റെ കാർ ശ്രദ്ധിക്കുന്നത്. അതിന്റെ കളർ റെഡ് ആണ്. കുറച്ച് ചുവപ്പ് കളർ കൂടെ ഈ സ്യൂട്ടിന് ആഡ് ചെയ്തേക്ക് എന്നാണ് അവൻ ജാർവിസിന്റെ അടുത്ത് പറയുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ആ ചുവന്ന കളർ കൂടെ ആഡ് ചെയ്തിട്ട് ജാർവിസ് ആ സ്യൂട്ടിന്റെ ഒരു മോഡൽ കാണിച്ചു കൊടുക്കുന്നു. ടോണിക്ക് അത് ശരിക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെ അവന്റെ പുതിയ സ്യൂട്ടൊക്കെ പെയിന്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ടോണി വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അവൻ നേരെ പോകുന്നത് ആ പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്കാണ്. അവൻ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ ഓബി പുറത്ത് നിൽക്കുന്നുണ്ട്. ടോണി അങ്ങോട്ട് വരും എന്ന കാര്യം അയാൾ പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനെ ടോണി ഒരു ഡ്രിങ്ക് ഒക്കെ കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവൻ നേരത്തെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോയ റിപ്പോർട്ടർ അങ്ങോട്ട് വരുന്നത്. അവിടെ വല്ലാതെ ദേഷ്യത്തിലാണ് ടോണിയോട് സംസാരിക്കുന്നത്. ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് വല്ല ചിന്തയുണ്ടോ? ഗുൽമിറ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ടെററിസ്റ്റ് അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ഉപയോഗിക്കുന്നത് മൊത്തം നിങ്ങളുടെ ആയുധങ്ങളാണ്. നിങ്ങൾ കാരണം എത്ര പേരാണ് മരിക്കുന്നത് എന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ എന്നൊക്കെയാണ് അവള് ചോദിക്കുന്നത്. മാത്രമല്ല അവൾ അതിന്റെ ഫോട്ടോസ് ഒക്കെ അവന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവൻ പുതിയതായിട്ടുണ്ടാക്കിയ ആ ജെറീക്കോ മിസൈലും അതിലുണ്ടായിരുന്നു. പക്ഷെ ടോണിയുടെ അറിവോടെയല്ല ആ ആയുധങ്ങളൊക്കെ ഷിപ്പ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ വേഗം ഓബിയുടെ അടുത്തേക്ക് പോവാണ്. ഞാൻ അറിയാതെ നിങ്ങൾ എന്തിനാണ് ഈ ആയുധങ്ങളൊക്കെ ഷിപ്പ് ചെയ്തത് എന്നൊക്കെയാണ് അവൻ ചോദിക്കുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ നീ ഇനി ഈ കാര്യത്തിൽ ഇടപെടണ്ട. നിന്നെ ഈ കമ്പനിയിൽ നിന്ന് പുറത്താക്കാൻ പറഞ്ഞ് ഞാൻ തന്നെയാണ്. മാത്രമല്ല നിനക്കെതിരെ ഒരു കേസും കൂടെ ഞാൻ ഫയൽ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോവാണ്. അയാൾ ആ പറഞ്ഞതൊക്കെ കേട്ട് ടോണി ആണെങ്കിൽ ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. അങ്ങനെ ടോണി വേഗം തന്നെ അവന്റെ വീട്ടിൽ തിരിച്ചെത്തി. അവനിപ്പോ ന്യൂസ് കണ്ടോണ്ടിരിക്കുകയാണ്. ആ ന്യൂസിൽ കാണിക്കുന്നത് ഗുൽമിറ എന്ന് പറയുന്ന സ്ഥലത്ത് നടക്കുന്ന ആ ടെററിസ്റ്റ് അറ്റാക്ക് ആണ്. അവൻ നോക്കുമ്പോൾ അത് ആ റാസയുടെ ടീമാണ്. അയാളെ വീണ്ടും കാണുമ്പോൾ അവന് ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി. ഈ സമയമാകുമ്പോഴേക്കും ജാർവിസ് അവന്റെ സ്യൂട്ടിന്റെ പണിയൊക്കെ തീർത്തിട്ടുണ്ട്. അങ്ങനെ അവൻ വേഗം സ്യൂട്ടപ്പ് ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം അവൻ നേരെ പോകുന്നത് ആ ഗുൽമിറ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഇതേ സമയം തന്നെ ആ റാസയുടെ ആൾക്കാർ അവിടെയുള്ള മുഴുവൻ ആളുകളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ടോണി അങ്ങോട്ട് ചെല്ലുന്നത്. വന്ന ഉടനെ തന്നെ അവൻ അവിടെയുള്ള തീവ്രവാദികളെയൊക്കെ ഷൂട്ട് ചെയ്ത് വീഴ്ത്താൻ തുടങ്ങി. അതിനിടയിലാണ് 4 തീവ്രവാദികൾ ചെന്നിട്ട് അവിടുത്തെ സിവിലിയൻസിനെ പിടിക്കുന്നത്. അത് കാണുമ്പോൾ ടോണി ആണെങ്കിൽ അനങ്ങാതെ അവിടെ നിൽക്കുകയാണ്. ഈ സമയം അവന്റെ തോളിൽ നിന്നും കുറെ ചെറിയ മിസൈലുകൾ വന്നിട്ട് ആ 4 തീവ്രവാദികളെയും കൊന്നുകളയുന്നു. ഈ സമയം അവരുടെ മെയിൻ ആള് അപ്പുറത്ത് പതുങ്ങിയിരിക്കുന്നുണ്ട്. ടോണി പെട്ടെന്ന് തന്നെ ചെന്നിട്ട് അയാളെ പിടിച്ചിട്ട് ആ ആളുകളുടെ മുന്നിലേക്ക് ഇടാണ്. അതിനുശേഷം ഇവനെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് മുകളിലേക്ക് പോകുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ ആ ആയുധങ്ങളൊക്കെ ഇരിക്കുന്ന മുഴുവൻ സ്ഥലങ്ങളും അവൻ കത്തിച്ച് ചാമ്പലാക്കുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് റാസയും വേറെ കുറച്ച് ആളുകളും അങ്ങോട്ട് വരുന്നുണ്ട്. അയാളുടെ ആ സ്ഥലത്തിന്റെ അവസ്ഥയൊക്കെ കണ്ട് അയാളാണെങ്കിൽ ആകെ ദേഷ്യത്തിലിരിക്കുകയാണ്. അങ്ങനെ ടോണി അവിടെ നിന്ന് തിരിച്ചു പറക്കാൻ തുടങ്ങി. ഈ സമയം അമേരിക്കൻ പട്ടാളക്കാരൊക്കെ അത് നിരീക്ഷിക്കുന്നുണ്ട്. അവർ നോക്കുമ്പോൾ അവർ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു സാധനം പറന്നു പോകുന്നതാണ് കാണുന്നത്. പക്ഷെ അത് എന്താണ് സംഭവം എന്ന കാര്യം അവർക്ക് ക്ലിയർ ആയിട്ടില്ല. അവർ വേഗം തന്നെ ജെയിംസിനെ വിളിക്കുകയാണ്. ജെയിംസ് ചെക്ക് ചെയ്തിട്ടും അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. അവൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ടോണിയാണ് വിളിക്കുന്നത്. അതിനുശേഷം കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. ഞങ്ങളിപ്പോ ആ ഗുൽമിറ എന്ന് പറയുന്ന സ്ഥലം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ആയുധശേഖരം മൊത്തം പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. ഇനി നിന്റെ ഏതെങ്കിലും ടെക്കാണോ ഈ പണി ഒപ്പിച്ചത് എന്നാണ് ജെയിംസ് ചോദിക്കുന്നത്. ഏയ് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നാണ് ടോണി പറയുന്നത്. ഈ സമയത്താണ് പട്ടാളക്കാർ വീണ്ടും അവനെ കാണുന്നത്. അവരവരുടെ ജെറ്റ് വിമാനത്തിൽ ഇരുന്നിട്ട് ടോണിയെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. ടോണി ആണെങ്കിൽ അതിൽ നിന്ന് കൊഴിഞ്ഞു മാറി മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ട് ചെയ്യുന്നോണ്ട് ടോണിക്ക് ഇപ്പൊ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. അവൻ വേഗം തന്നെ ജെയിംസിനോട് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞ കളവാണ്. നീ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന സാധനം ഞാൻ തന്നെയാണ്. അത് ഞാൻ ഉണ്ടാക്കിയ പുതിയ സ്യൂട്ടാണ്. നിന്റെ പട്ടാളക്കാരോട് വെടിവെക്കല്ലേ എന്ന് പറ എന്നൊക്കെയാണ് ടോണി പറയുന്നത്. അവനിപ്പോ ആ പട്ടാളക്കാരുടെ ഒരു ജെറ്റ് വിമാനത്തിന്റെ അടിയിൽ ഇരുന്നിട്ടാണ് സംസാരിക്കുന്നത്. ഈ സമയത്താണ് മറ്റേ ജെറ്റ് വിമാനത്തിലിരിക്കുന്ന ആള് ടോണിയെ കാണുന്നത്. അയാളുടെ നിർദ്ദേശപ്രകാരം ആ ജെറ്റ് വിമാനം ഷെയ്ക്ക് ചെയ്യാൻ തുടങ്ങി. അതിൽപ്പെട്ട് അവൻ പുറകിലേക്ക് തെറിച്ചു പോവുകയും ചെയ്യുന്നു. അവൻ നേരെ ചെന്ന് ഇടിക്കുന്നത് പുറകിൽ വരുന്ന വിമാനത്തിനെയാണ്. അതോടൊപ്പം തന്നെ അതിന്റെ വിങ്സ് ഒക്കെ കട്ടായിട്ട് അത് താഴേക്ക് വീഴാൻ തുടങ്ങി. ഈ സമയം അതിനകത്തിരിക്കുന്ന പട്ടാളക്കാരൻ ഉടനെ തന്നെ ഇജക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അയാൾക്ക് പാരച്യൂട്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നില്ല. വളരെ വേഗത്തിൽ അയാളുടെ ആ ചെയർ താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ടോണി നേരെ അയാളുടെ അടുത്തേക്ക് ചെല്ലുന്നത്. അതിനുശേഷം പെട്ടെന്ന് തന്നെ അയാളുടെ ആ പാരച്യൂട്ട് ഓപ്പൺ ആക്കി കൊടുക്കുകയാണ്. അങ്ങനെ വളരെ സേഫ് ആയിട്ട് തന്നെ അയാൾ താഴേക്ക് പോവുകയും ചെയ്യുന്നു. അതൊക്കെ കണ്ട് ജെയിംസ് ആണെങ്കിൽ ആകെ സമാധാനത്തിൽ നിൽക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കൂടെ കഴിഞ്ഞു. ഓബി ഇപ്പോൾ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജെയിംസ് ആണ് അതിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഗുൽമിറ എന്ന് പറയുന്ന സ്ഥലത്തെ ആയുധപ്പുര നശിപ്പിച്ചത് അമേരിക്കൻ പട്ടാളക്കാരല്ല, ഞങ്ങളുമായിട്ട് അതിനൊരു ബന്ധവുമില്ല എന്നൊക്കെയാണ് ജെയിംസ് അതിൽ പറയുന്നത്. അതൊക്കെ കേട്ട് ഓബി ആണെങ്കിൽ ആകെ സംശയിച്ചിരിക്കുകയാണ്. അങ്ങനെ അന്ന് രാത്രി അയാൾ നേരെ പോകുന്നത് ആ റാസയെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇവര് തമ്മിലാണ് ഈ ആയുധ കച്ചവടങ്ങളൊക്കെ നടത്തുന്നത്. മാത്രമല്ല നേരത്തെ ടോണിയെ പിടിച്ചോണ്ടോവാൻ പറഞ്ഞതും അവനെ കൊന്നു കളയാൻ പറഞ്ഞതും ഈ ഓബി തന്നെയാണ്.
അയാളെ കാണുമ്പോൾ റാസയാണെങ്കിൽ അയാളെയും വിളിച്ചുകൊണ്ട് നേരെ റാസയുടെ ടെന്റിന്റെ അകത്തേക്കാണ് ചെല്ലുന്നത്. അവിടെ ആ സ്യൂട്ടിന്റെ അവശിഷ്ടങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കാണിച്ചതിന് ശേഷം അയാൾ ഓബിയുടെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. ഇപ്പൊ നമ്മുടെ 2 പേരുടെയും ശത്രു ഒരാളാണ്, ടോണി സ്റ്റാർക്ക്. അയാളുടെ സാമ്രാജ്യം തട്ടിയെടുക്കാനല്ലേ നിങ്ങൾ ഈ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ നിങ്ങൾ അതിന് സഹായിക്കാം. ഈ സ്യൂട്ട് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അവനെ ഇല്ലാതാക്കാൻ പറ്റും. പക്ഷെ ഈ മോഡൽ ഞാൻ നിങ്ങൾക്ക് തരണമെന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് ഇതുപോലത്തെ കുറച്ച് അയൺ സോൾജേഴ്സിനെ നിങ്ങൾ എനിക്ക് ഉണ്ടാക്കി തരണം എന്നൊക്കെയാണ് റാസ പറയുന്നത്. അതെല്ലാം കേട്ട് കഴിഞ്ഞ് ഓബി ആണെങ്കിൽ ഒരു ചെറിയ ഡിവൈസ് എടുത്ത് അയാളുടെ ചെവിയുടെ അടുത്ത് വെച്ച് ഓണാക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു വല്ലാത്ത ശബ്ദം അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. ഓബി ഒരു ഹെഡ്സെറ്റ് വെച്ചിട്ടാണ് ആ ഡിവൈസ് ഓണാക്കിയിരിക്കുന്നത്. അതിന്റെ പ്രത്യേകത, ആ ശബ്ദം ചെവിയിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ 15 മിനിറ്റ് നേരത്തേക്ക് ആ വ്യക്തി പാരലൈസ്ഡ് ആയി പോകും. അയാൾക്ക് പിന്നെ അനങ്ങാൻ സാധിക്കത്തില്ല. അങ്ങനെ റാസയെ ആ അവസ്ഥയിലാക്കിയിട്ട് ഓബി പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങാണ്. അതിനുശേഷം അവിടെയുള്ള മുഴുവൻ ആളുകളെയും കൊന്നിട്ട് അതിനകത്തുള്ള സ്യൂട്ടും എടുത്തുകൊണ്ട് വരാനാണ് അയാൾ അയാളുടെ അനുയായികളുടെ അടുത്ത് പറയുന്നത്. അങ്ങനെ അവിടെ നിന്ന് പുറപ്പെടാൻ സമയത്ത് അയാൾ അയാളുടെ ഓഫീസിലേക്ക് വിളിക്കുന്നുണ്ട്. അയാൾ പറയുന്നത് ആ ആർക്ക് റിയാക്ടറിന്റെ അടുത്തുള്ള സെക്ടർ 16ാമത്തെ റൂം റെഡിയാക്കി വെക്ക്, മാത്രമല്ല നമ്മുടെ ഏറ്റവും എക്സ്പേർട്ടായ മുഴുവൻ എഞ്ചിനീയേഴ്സിനെ അങ്ങോട്ട് വിളിക്ക് എന്നാണ് അയാൾ ഫോണിൽ കൂടെ നിർദ്ദേശം കൊടുക്കുന്നത്. ഇതേ സമയം തന്നെ ടോണി ഇപ്പൊ പെപ്പറിനെ അവന്റെ അടുത്തേക്ക് വിളിച്ചിട്ടുണ്ട്. അവൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ വളരെ രഹസ്യമായിട്ട് എന്റെ ഓഫീസിലേക്ക് ചെല്ലണം. അതിനുശേഷം അവിടുത്തെ കമ്പ്യൂട്ടറിൽ നിന്നും ഈ അടുത്ത് നടത്തിയ മുഴുവൻ ആയുധ കച്ചവടത്തിന്റെ ഡീറ്റെയിൽസ് എടുക്കണം. നീ അങ്ങനെ സാധാരണ സെർച്ച് ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ അത് കിട്ടാൻ ചാൻസ് ഇല്ല. ഗോസ്റ്റ് ഫോൾഡറിലായിരിക്കും അതൊക്കെ ഇട്ടിട്ടുണ്ടാവുക. ഈ ഡിവൈസ് ഉപയോഗിച്ച് നിനക്ക് ഈസി ആയിട്ട് അതൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. എത്രയും പെട്ടെന്ന് തന്നെ അതെല്ലാം ഡൗൺലോഡ് ചെയ്ത് എടുക്കാനാണ് അവൻ അവളെ ഏൽപ്പിക്കുന്നത്. അവളാണെങ്കിൽ വേഗം തന്നെ അവന്റെ ഓഫീസിലേക്ക് പോവുകയും ചെയ്യുന്നു. അങ്ങനെ അവൾ ടോണിയുടെ കമ്പ്യൂട്ടറൊക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി. ആ ഷിപ്പിംഗിന്റെ ഡീറ്റെയിൽസ് മാത്രമല്ല, വേറെയും ഒരുപാട് രഹസ്യങ്ങൾ അതിനകത്ത് ഇരിക്കുന്നുണ്ട്. അതെല്ലാം ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ തീവ്രവാദികളെ കൊണ്ട് ടോണിയെ പിടിപ്പിച്ചത് ഓബിയുടെ പണിയാണ് എന്ന കാര്യം അവൾക്ക് മനസ്സിലായി. മാത്രമല്ല ആർക്ക് റിയാക്ടറിനെ കുറിച്ചിട്ടും സെക്ടർ 16 എന്ന റൂമിനെ കുറിച്ചിട്ടും എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. അവൾ ഉടനെ തന്നെ അതെല്ലാം ഡൗൺലോഡ് ചെയ്യാൻ തുടങ്ങി. ഈ സമയത്താണ് ഓബി അങ്ങോട്ട് വരുന്നത്. അത് കണ്ട ഉടനെ തന്നെ അവളാണെങ്കിൽ ഒരു പേപ്പർ എടുത്തിട്ട് ആ പെൻഡ്രൈവ് മറച്ചു പിടിക്കുകയാണ്. ഓബി അവളുടെ അടുത്തേക്ക് വന്നിട്ട് സാധാരണ രീതിയിലാണ് സംസാരിക്കുന്നത്. അങ്ങനെ ആ സംസാരമൊക്കെ കഴിഞ്ഞ് അവൾ നൈസായിട്ട് ആ പെൻഡ്രൈവ് എടുത്തിട്ട് അവിടെ നിന്ന് പോവാണ്. അവൾ പോയി കഴിഞ്ഞ് ആ കമ്പ്യൂട്ടർ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് അവൾ അതിനകത്തുള്ള ഫയൽസ് ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് എന്ന കാര്യമൊക്കെ മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ അയാളാണെങ്കിൽ ശരിക്കും ദേഷ്യത്തിലിരിക്കുകയാണ്. അങ്ങനെ അവൾ പുറത്തേക്ക് ഇറങ്ങി നടക്കുമ്പോൾ അവളെയും വെയിറ്റ് ചെയ്തുകൊണ്ട് ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ട്. ഇയാളുടെ പേര് കോൾസൺ എന്നാണ്. ടോണി ആ തീവ്രവാദികളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നതിന് ശേഷം ആ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി കുറെ ദിവസമായി ഒരു അപ്പോയിന്റ്മെന്റിന് വേണ്ടി അയാൾ പുറകെ നടക്കുകയാണ്. പക്ഷെ ഇതുവരെയായിട്ടും അയാൾക്ക് ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടില്ല. അയാളെ വീണ്ടും കാണുമ്പോൾ പെപ്പർ വേഗം തന്നെ അയാളെയും കൂട്ടിയിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. ഓബി ഇപ്പോ ആ ആർക്ക് റിയാക്ടറിന്റെ അടുത്തേക്ക് ചെന്നിരിക്കുകയാണ്. അവിടുത്തെ എഞ്ചിനീയേഴ്സ് അവിടെ നിൽക്കുന്നുണ്ട്. അവിടെയുള്ള ആ വലിയ ആർക്ക് റിയാക്ടർ ഉണ്ടല്ലോ, അതിന്റെ ഒരു മിനിയേച്ചർ രൂപമാണ് ടോണി അവന്റെ നെഞ്ചിൽ ഘടിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അതാണ് അവന്റെ സ്യൂട്ടിന് പവർ കൊടുക്കുന്നത്. അതുപോലത്തെ ഒരു റിയാക്ടർ ഉണ്ടാക്കിയെടുക്കാനാണ് ഓബി ആ എഞ്ചിനീയറുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അവരെത്ര ശ്രമിച്ചിട്ടും അതുപോലത്തെ ഒരു റിയാക്ടർ ഉണ്ടാക്കിയെടുക്കാൻ അവരെ കൊണ്ട് സാധിക്കുന്നില്ല. ആ റിയാക്ടർ ഇല്ലാതെ ആ സ്യൂട്ടിന് പവർ കൊടുക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഓബി നേരെ ടോണിയുടെ അടുത്തേക്കാണ് പോകുന്നത്. അവന്റെ അടുത്ത് എത്തിയ ഉടനെ തന്നെ അയാൾ ആ ഡിവൈസ് ഓണാക്കുകയാണ്. അതോടൊപ്പം തന്നെ ടോണിക്കാണെങ്കിൽ അനങ്ങാൻ പറ്റുന്നില്ല. ഈ സമയം അയാൾ പെട്ടെന്ന് തന്നെ അവന്റെ നെഞ്ചിൽ നിന്നും ആ റിയാക്ടർ ഊരിയെടുക്കുന്നു. അതിനുശേഷം വേഗം തന്നെ അവിടെ നിന്ന് പോവാണ്. ആ റിയാക്ടർ ഇല്ലാതെ ടോണിക്ക് അധിക സമയം ജീവിച്ചിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അവൻ അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി. അവൻ നേരെ പോകുന്നത് അവന്റെ വർക്ക്ഷോപ്പിലേക്കാണ്. പെപ്പർ എടുത്തു വെച്ച അവന്റെ പഴയ റിയാക്ടർ ഉണ്ടല്ലോ, അത് എടുക്കാനാണ് അവന്റെ ശ്രമം. പക്ഷെ അപ്പോഴേക്കും ടോണി ശരിക്കും തളർന്നിട്ടുണ്ട്. അവനെ കൊണ്ട് അത് എടുക്കാൻ സാധിക്കുന്നില്ല. ഈ സമയം അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മെഷീനാണ് അവൻ ആ റിയാക്ടർ എടുത്ത് കൊടുക്കുന്നത്. ഇതേ സമയം തന്നെ ഓബി ആണെങ്കിൽ ആ റിയാക്ടർ വെച്ചിട്ട് അയാൾ പുതിയതായിട്ട് ഉണ്ടാക്കിയ വലിയൊരു സ്യൂട്ടിന് പവർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പെപ്പർ ആ കോൾസിനെ ആളുകളെയും കൂട്ടി നേരെ ആർക്ക് റിയാക്ടർ ഇരിക്കുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. അവർ നോക്കുമ്പോൾ ആ സെക്ടർ 7 എന്ന് പറയുന്ന റൂം അടഞ്ഞു കിടക്കാണ്. അത് അവർക്ക് തുറക്കാൻ സാധിക്കുന്നില്ല. അത് കാണുമ്പോൾ കോൾസൺ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ബോംബ് എടുത്തിട്ട് ആ വാതിലിന്റെ ലോക്കൊക്കെ തകർത്ത് കളയാണ്. ആ പൊട്ടിത്തെറിയുടെ ശബ്ദം അകത്തിരിക്കുന്ന ഓബിയും കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾ വേഗം തന്നെ ആ സ്യൂട്ടിന്റെ അകത്തേക്ക് കയറുകയാണ്. അങ്ങനെ പെപ്പറും കൂട്ടരും ആ റൂമിന്റെ അകത്തേക്ക് എത്തി. അതിനുശേഷം അവിടെ മൊത്തം സെർച്ച് ചെയ്യാൻ തുടങ്ങി. ഈ സമയത്താണ് ഓബി ആ സ്യൂട്ട് ഇട്ടിട്ട് അവരുടെ മുന്നിലേക്ക് ചെല്ലുന്നത്. അതിനുശേഷം അവരെല്ലാവരെയും ഇടിച്ചു വീഴ്ത്താൻ തുടങ്ങി. അത് കാണുമ്പോൾ പെപ്പർ ആണെങ്കിൽ അവിടെ നിന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അയാൾ അവളെ വിടുന്നില്ല. അങ്ങനെ അവർ 2 പേരും ഇപ്പൊ പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. ഈ സമയം ഓബി അവളെ കൊല്ലാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് ടോണി അങ്ങോട്ട് വരുന്നത്. അതിനുശേഷം അയാൾ അവിടെ നിന്ന് ഇടിച്ച് തെറിപ്പിച്ച് കളയുന്നു. അങ്ങനെ അവർ തമ്മിൽ ഒരു ഗംഭീര ഫൈറ്റ് നടക്കാൻ തുടങ്ങി.
അയാൾ അത്ര പെട്ടെന്നൊന്നും കീഴ്പ്പെടുത്താൻ പറ്റത്തില്ല എന്ന് മനസ്സിലാവുമ്പോൾ ടോണി വേഗം മുകളിലേക്കാണ് പറക്കുന്നത്. അയാളാണെങ്കിൽ അവനെയും ഫോളോ ചെയ്ത് വരുന്നുണ്ട്. അങ്ങനെ കുറെ ഉയരത്തിലെത്തിക്കഴിയുമ്പോൾ അയാൾ പെട്ടെന്ന് തന്നെ വന്നിട്ട് ടോണിയെ പിടിക്കുന്നു. അതിനുശേഷം അവനെ പിടിച്ച് ഞെരിക്കാൻ തുടങ്ങി. ഈ സമയം അയാൾ അവനോടൊരു കാര്യം പറയുന്നുണ്ട്. നിനക്ക് ഇപ്പൊ മനസ്സിലായില്ലേ, നിന്റെ സ്യൂട്ടിനേക്കാളും കൂടുതൽ പവർ എന്റെ സ്യൂട്ടിനാണെന്ന് എന്നാണ് അയാൾ പറയുന്നത്. അത് കേൾക്കുമ്പോൾ അത് ശരിയായിരിക്കാം, പക്ഷെ ഈ ഐസിംഗ് പ്രോബ്ലം നീ എങ്ങനെ സോൾവ് ചെയ്യും എന്നാണ് ടോണി തിരിച്ചു ചോദിക്കുന്നത്. ഈ സമയമാകുമ്പോഴേക്കും അയാളുടെ സ്യൂട്ട് മൊത്തത്തിൽ ഐസ് പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനകത്തുള്ള ഇലക്ട്രോണിക്സ് ഒന്നും വർക്ക് ചെയ്യുന്നില്ല. അതെല്ലാം ഓഫായി കഴിയുമ്പോൾ ടോണി ആണെങ്കിൽ അയാൾക്കൊരു കൊട്ട് കൊടുത്തിട്ട് താഴേക്ക് ഇടുകയാണ്. അങ്ങനെ ടോണി പെട്ടെന്ന് തന്നെ താഴേക്ക് തിരിച്ചെത്തി. അവൻ പെപ്പറിനെ അന്വേഷിച്ച് നടക്കുമ്പോഴാണ് പെട്ടെന്ന് ഓബി വീണ്ടും അവന്റെ അടുത്തേക്ക് വരുന്നത്. അതിനുശേഷം വീണ്ടും അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. കുറെ നേരം ഫൈറ്റ് ചെയ്തിട്ടും അയാളെ കീഴ്പ്പെടുത്താൻ ടോണിക്ക് സാധിക്കുന്നില്ല. ഈ സമയത്താണ് ടോണിക്ക് ഒരു ഐഡിയ തോന്നുന്നത്. അവൻ വേഗം തന്നെ പെപ്പറിനെ വിളിക്കുകയാണ്. അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അത്ര ഈസി ആയിട്ട് അയാളെ കീഴ്പ്പെടുത്താൻ സാധിക്കത്തില്ല. നീ ഒരു കാര്യം ചെയ്യ്, വേഗം ചെന്നിട്ട് ആ റിയാക്ടറിന് പവർ കൊടുത്തിട്ട് അത് ഓവർലോഡ് ആക്ക്. ഞാനിപ്പോ അതിന്റെ മുകളിലേക്ക് വരാം. ഞാൻ പറയുന്ന സമയത്ത് വേണം നീ അത് ഓൺ ആക്കാൻ എന്നാണ് ടോണി പറയുന്നത്. അവനത് പറഞ്ഞു തരുമ്പോ ഓബി വീണ്ടും അവന്റെ അടുത്തേക്ക് വരാൻ തുടങ്ങി. ഈ സമയം ടോണി വേഗം തന്നെ ചെന്നിട്ട് അയാളുടെ കഴുത്തിന്റെ മുകളിലേക്ക് കയറി ആ സ്യൂട്ടിന്റെ കുറെ വയറൊക്കെ വലിച്ചു പറിച്ചെടുക്കുന്നുണ്ട്. അത് കാണുന്ന ഓബി ആണെങ്കിൽ അവനെ പിടിച്ച് ആ റിയാക്ടറിന്റെ മുകളിലേക്കാണ് എറിയുന്നത്. അങ്ങനെ ഓബി അവന് നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ അവൻ നിൽക്കുന്ന ആ ഗ്ലാസ് മൊത്തം തകർന്നു വീഴുന്നുണ്ട്. ടോണി ആണെങ്കിൽ വളരെ കഷ്ടപ്പെട്ട് അവിടെ പിടിച്ചു നിൽക്കുകയാണ്. ഈ സമയം പെപ്പർ ആണെങ്കിൽ ആ ആർക്ക് റിയാക്ടറിന്റെ അടുത്താണ് നിൽക്കുന്നത്. അവൻ ഉടനെ തന്നെ അത് ഓണാക്കാൻ പറയാണ്. അവളാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഓണാക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ വലിയൊരു എനർജിയാണ് പുറത്തേക്ക് വരുന്നത്. അതിൽപ്പെട്ട് ടോണി സൈഡിലേക്ക് തെറിച്ചു വീഴുകയും ചെയ്യുന്നു. ആ എനർജി മൊത്തം ഡയറക്റ്റ് ആയിട്ട് ഓബിയുടെ ശരീരത്തിലേക്കാണ് അടിക്കുന്നത്. അതുകൊണ്ട് തന്നെ അയാൾക്കത് താങ്ങാൻ സാധിക്കുന്നില്ല. അയാൾ നേരെ ആ റിയാക്ടറിന്റെ അകത്തേക്കാണ് ചെന്ന് വീഴുന്നത്. അതോടൊപ്പം തന്നെ ശക്തിയായിട്ട് അത് പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നു. ടോണിക്കാണെങ്കിൽ വലിയ രീതിയിലുള്ള പരിക്കൊന്നും പറ്റിയിട്ടില്ല. അവൻ അതിന്റെ മുകളിൽ തന്നെ കിടക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസമായി ജെയിംസ് ഇപ്പോൾ ഒരു പത്രസമ്മേളനത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തോ ഒരു പ്രോട്ടോടൈപ്പിന്റെ പ്രശ്നം കാരണമാണ് ആ ആർക്ക് റിയാക്ടർ പൊട്ടിത്തെറിച്ചത് എന്നൊരു വിവരണമാണ് അയാൾ ഇപ്പോൾ പത്രക്കാർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം ന്യൂസിൽ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ടോണിയും പെപ്പറും. ഈ സമയം ടോണി ആണെങ്കിൽ ഒരു ന്യൂസ് പേപ്പർ നോക്കുന്നുണ്ട്. അതിലെ പ്രധാന വാർത്ത എന്ന് പറയുന്നത് അവന്റെ ആ സ്യൂട്ടിനെ കുറിച്ചിട്ടാണ്. അയൺമാൻ എന്നാണ് അവരതിന് പേരിട്ടിരിക്കുന്നത്. ടോണി അതൊക്കെ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കോൾസൺ അങ്ങോട്ട് വരുന്നത്. ആ റിയാക്ടർ പൊട്ടിത്തെറിച്ച സമയത്ത് ടോണി മറ്റൊരു സ്ഥലത്തായിരുന്നു എന്നതിനൊരു തെളിവൊക്കെ ഉണ്ടാക്കിയിട്ടാണ് കോൾസൺ ഇപ്പൊ അങ്ങോട്ട് വന്നിരിക്കുന്നത്. അവൻ ഏതോ ഒരു ബോട്ടിൽ ഒരു പാർട്ടി അറ്റൻഡ് ചെയ്യായിരുന്നു എന്നാണ് അതിൽ പറയുന്നത്. അപ്പോൾ ഓബിയുടെ കാര്യം എന്താണ് ചെയ്യുന്നത്, അയാളെ പറ്റി ഇതിലൊന്നും പറയുന്നില്ലല്ലോ എന്നാണ് ടോണി ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ആ കാര്യം ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. ഓബി ഇപ്പോൾ ഒരു വെക്കേഷനിലാണ്. ആ വെക്കേഷൻ കഴിഞ്ഞു വരുമ്പോൾ ഒരു വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടു എന്നതിനൊരു തെളിവ് ഞങ്ങൾ ഉണ്ടാക്കിക്കോളാം എന്നാണ് കോൾസൺ പറയുന്നത്. അയാൾ പോകാൻ നേരത്ത് അയാൾ ചെയ്തു കൊടുത്ത കാര്യങ്ങൾക്കൊക്കെ പെപ്പർ അയാളുടെ അടുത്ത് താങ്ക്സ് പറയുന്നുണ്ട്. അതെല്ലാം കേൾക്കുമ്പോൾ അത് ഞങ്ങളുടെ ജോലിയുടെ ഭാഗമാണ്, ഞങ്ങൾ ഉടനെ തന്നെ ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് നിങ്ങളെ കോൺടാക്ട് ചെയ്തോളാം എന്നാണ് അയാൾ പറയുന്നത്. അത് കേൾക്കുമ്പോൾ ശരിക്കും ആരാണ് നിങ്ങൾ എന്ന് പെപ്പർ ചോദിക്കുന്നുണ്ട്. ഞാൻ ഷീൽഡിന്റെ ഒരു ഏജന്റ് ആണ് എന്നാണ് അയാൾ അതിന് മറുപടി പറയുന്നത്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ടോണി നേരെ പോകുന്നത് ഒരു പ്രസ് മീറ്റ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു അവസരത്തിൽ ടോണി ആ രഹസ്യം വെളിപ്പെടുത്താണ്. അതായത് അവനാണ് അയൺമാൻ. അവൻ ആ പറയുന്നത് കേട്ട് പത്രക്കാരെല്ലാം ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഇനിയുള്ളത് ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനാണ്. ടോണി അവന്റെ റൂമിലേക്ക് വന്ന് നോക്കുമ്പോൾ വേറൊരാൾ അവിടെ നിൽക്കുന്നുണ്ട്. ടോണി അങ്ങോട്ട് വരുന്നത് കാണുമ്പോൾ അയാൾ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ നീയാണല്ലോ അയൺമാൻ, നിന്റെ വിചാരം ഈ ലോകത്ത് സൂപ്പർ ഹീറോ ആയിട്ട് നീ മാത്രമേ ഉള്ളൂ എന്നാണോ എന്നാണ് അയാൾ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അതിന് നിങ്ങൾ ആരാണ് ടോണി തിരിച്ചു ചോദിക്കുന്നു. എന്റെ പേര് നിക് ഫ്യൂരി, ഞാൻ ഷീൽഡിന്റെ ഡയറക്ടറാണ്. അവഞ്ചേഴ്സ് ഇനീഷ്യേറ്റിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ വന്നത് എന്നാണ് അയാൾ പറയുന്നത്. അത് കേട്ട് ടോണി ആണെങ്കിൽ ഒന്നും മനസ്സിലാവാതെ അവിടെ തന്നെ നിൽക്കുകയാണ്. ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കണേ. ഒരു 300 കമന്റ് ആണ് ഈ വീഡിയോക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ നല്ല രീതിയിൽ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വീഡിയോ റീച്ച് ആവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയ്ക്കും അതുപോലെ തന്നെ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.